ഞാനപ്പോൾ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് കൂറ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. നല്ല അന്യായ സൗണ്ട് ക്വാളിറ്റി സിനിമയ്ക്കകത്തോട്ട്, പ്രത്യേകിച്ച് അതിൻ്റെ ആ BGM ഒക്കെ എന്ത് ലെവൽ സംഭവം എന്ന് വെച്ചാൽ, പിന്നെ ഇത് ഒരു പഴയ കാലഘട്ടത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു സംഭവമില്ല, അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് പഴയ കാലഘട്ടത്തിലാണ് ആ സിനിമ നടക്കണം എന്നുള്ളൊരു ഫീൽ ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും കേട്ടോ. ആ മനയും കാര്യങ്ങളൊക്കെ ആകെ 4 പേരേ ഉള്ളൂ എനിക്ക് തോന്നുന്നു സിനിമയിൽ. ഇവരെ വെച്ച് ഒരു മനയും വെച്ച് ഈ പടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് വലിയൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇവിടെ ആ ഡയറക്ടർ എൻ്റെ പൊന്നെ, ആ ഒരു മനയും ആ ഒരു സംഭവങ്ങളെല്ലാം കൊണ്ട് ആ ഡയലോഗ് ഡെലിവറി എല്ലാം കൊണ്ട് വേറെ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മമ്മൂക്ക എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്യുന്നത്. പുള്ളി ഞാൻ ഓസ്ലറിൽ കണ്ട ഒരു വയ്യാത്ത പോലെയാണ് പുള്ളി വന്നിരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനെ കിടന്ന് ആറാട് കേട്ടോ, ഡയലോഗ് ഡെലിവറി ആയാലും ചിരി ആയാലും ഒരു വില്ലനൈസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയ്ക്ക്. അതിന് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ സിദ്ധാർത്ഥ്, അർജുൻ അശോകിനെ ചുറ്റിപ്പറ്റിയാണ് ഭയങ്കരമായിട്ട് നമ്മുടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ അശോകൻ തന്നെയാണ് അതിനകത്ത് ഭയങ്കര ലീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സിദ്ധാർത്ഥിൻ്റെ ഒരു നിപ്പും ഭാവവും, പിന്നെ മണിയൻ തന്നെ ഇവൻ കുറച്ച് സീനിലേ വന്നിട്ടുള്ളൂ. പക്ഷേ മെജോറിറ്റി ഈ പറഞ്ഞ മമ്മൂക്കായും അർജുൻ അശോകനാണ് ഭയങ്കരമായിട്ട് ലീഡ് ചെയ്യണത്. അർജുൻ അശോകൻ്റെ കണ്ണുകളിൽ കൂടെ ഇങ്ങനെ പോകും. ഇനി പടം ഈ മമ്മൂക്ക പ്രേതമാണോ ഇനി സൈക്കോ ത്രില്ലർ പോലത്തെ രീതിയിലാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. എന്തൊരു ഇൻ്റർവെൽ വരെ വേറെ ലെവലിൽ സംഭവമായിട്ടാണ് പടം കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും പടം കത്തിക്കയറും കേട്ടോ. ഇത് എങ്ങനെ 2 മണിക്കൂർ ഈ സംഭവം കൊണ്ടുവന്ന് ഞാൻ ചിന്തിച്ചു. എന്തായാലും മുഴുവൻ കണ്ടിട്ട് ബാക്കി പറയാം.